C#.netന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ആണ് C# യൂസ് ചെയ്യുന്നത്. അതിൽ എന്താണ് ക്ലാസ്, എന്താണ് ഒബ്ജക്റ്റ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു കൺസോൾ ആപ്ലിക്കേഷൻ ആണ്. ഇതിലൊരു നെയിം സ്പേസ് ഉണ്ട്, ഒരു ക്ലാസ് ഉണ്ട്, ഒരു മെയിൻ മെത്തേഡ് ഉണ്ട്. നമുക്കൊരു പുതിയ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. പബ്ലിക് ക്ലാസ് സ്റ്റുഡൻറ് എന്നൊരു ക്ലാസ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അതിൽ ഒരു സ്ട്രിംഗ് വേരിയബിൾ സ്റ്റുഡൻറ്റിൻ്റെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അതിനൊരു സ്ട്രിംഗ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഫസ്റ്റ് നെയിം സ്ട്രിംഗ്, ലാസ്റ്റ് നെയിം. ഇങ്ങനെയാണ് ഒരു ക്ലാസിൻ്റെ സിൻടാക്സ്. ആക്സസ് മോഡിഫയർ, പബ്ലിക്, പ്രൈവറ്റ്, അതൊക്കെയാണ് ആക്സസ് മോഡിഫയർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പബ്ലിക് യൂസ് ചെയ്യുന്നു, ക്ലാസിൻ്റെ നെയിം. ഇതാണ് ഒരു ക്ലാസിൻ്റെ സിൻടാക്സ്. ക്ലാസ്സിനകത്ത് ഫീൽഡ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കൺസ്ട്രക്ടർ നമ്മൾ യൂസ് ചെയ്യും, മെത്തേഡ്സ് ഉണ്ടായിരിക്കും. ഇനി എങ്ങനെയാണ് ഒരു കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. കൺസ്ട്രക്ടറിന് ക്ലാസിൻ്റെ സെയിം നെയിം തന്നെ ആയിരിക്കും. പബ്ലിക് സ്റ്റുഡൻറ്. ഇതൊരു മെത്തേഡുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിനൊരു റിട്ടേൺ ടൈപ്പ് ഉണ്ടാവത്തില്ല കൺസ്ട്രക്ടറിന്. കൺസ്ട്രക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയാണ് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് നെയിമിനും ലാസ്റ്റ് നെയിമിനും ഒരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നെയിമിന് ഞാൻ സ്റ്റുഡൻറ് 1 എന്നൊരു വാല്യൂ കൊടുക്കാം. ഫസ്റ്റ് നെയിം, അതുപോലെ ലാസ്റ്റ് നെയിമിന് സ്റ്റുഡൻറ് 2 എന്ന് കൊടുക്കാം. സ്റ്റുഡൻറ്റിൻ്റെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം. ഇനി ഇതിനകത്തൊരു മെത്തേഡ് ഉണ്ടാവും. ഒരു ക്ലാസിൻ്റെ അകത്ത് അതിൻ്റെ ഫീൽഡ് ഉണ്ടാവും, അതുപോലെ കൺസ്ട്രക്ടർ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു ക്ലാസ്സിന് ഡിഫോൾട്ടായിട്ടൊരു കൺസ്ട്രക്ടർ ഉണ്ടായിരിക്കും. നമ്മളൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിഫോൾട്ടായിട്ടുള്ള കൺസ്ട്രക്ടർ പിന്നെ ഉണ്ടാവില്ല. അപ്പം അല്ലാതെ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഒരു ക്ലാസ്സിന് എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് കൺസ്ട്രക്ടർ ഒന്നും ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ കോൾ ആകുന്നത് ആ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആയിരിക്കും. ഇനി ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. പബ്ലിക് വോയിഡ്, നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും പ്രിന്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ എഴുതുന്നത്. റിട്ടേൺ ടൈപ്പ് വോയിഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു മെത്തേഡിൻ്റെ സിൻടാക്സ്. ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ്. റിട്ടേൺ ടൈപ്പ് വോയിഡ് എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. കൺസോളിലൊരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യാൻ കൊടുക്കാം. കൺസോൾ ഡോട്ട് റൈറ്റ് ലൈന്, അതിൽ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും പ്രിന്റ് ചെയ്യാൻ കൊടുക്കാം. ഫസ്റ്റ് നെയിം, അതിന് ഇടയ്ക്കൊരു സ്പേസ് നമുക്ക് കൊടുക്കണം. അതിനുശേഷം ലാസ്റ്റ് നെയിം. ഇങ്ങനെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി എങ്ങനെയാണ് ഈ ഒരു മെത്തേഡ്, ഈ ക്ലാസ്സിനകത്ത് ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് ഈ മെയിൻ മെത്തേഡിൽ കോൾ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സ്റ്റുഡൻറ് എന്ന ക്ലാസ്സിന് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റിൻ്റെ നെയിം ഈക്വൽ ടു ന്യൂ സ്റ്റുഡൻറ്. ഇത് ക്ലാസ്സിൻ്റെ നെയിം, ഒബ്ജക്റ്റിൻ്റെ നെയിം. ഇങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ സിൻടാക്സ്. ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം. ഇനി നമുക്ക് ഈ ക്ലാസ്സിൻ്റെ സ്റ്റുഡൻറ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനകത്തുനിന്ന് ഒബ്ജക്റ്റ് ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ എല്ലാ ഫീച്ചറും ഇവിടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പ്രിന്റ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ്, അത് ഈ ക്ലാസ്സിലെ മെത്തേഡാണ്. അത് നമുക്കിവിടെ കിട്ടി. അതിനെ നമുക്ക് ഇവിടെ നിന്ന് കോൾ ചെയ്യാൻ പറ്റും.
ഇനി കൺസോളിൽ റീഡ് ചെയ്യാനുള്ള കോഡ് കൊടുക്കാം. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സ്റ്റുഡൻറ്റ് 1, സ്റ്റുഡൻറ്റ് 2 നമ്മൾ അങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തത്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിമും അതിനിടയ്ക്കൊരു സ്പേസ് അങ്ങനെയാണ് നമ്മൾ കൊടുത്തത്. അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുമ്പം അത് നമുക്ക് ദിസ് എന്ന് പറഞ്ഞാൽ ദിസ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ കൊടുക്കുന്നത് ദിസ് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസിൻ്റെ ഒബ്ജക്റ്റാണ്, ഇത് ഈ ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള ഒബ്ജക്റ്റാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ദിസ് എന്ന് പറയുന്നത്. ദിസ് എന്ന് കൊടുത്തിട്ട് നമുക്കത് ചില കേസിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യേണ്ടി വരും, ഈ വേരിയബിളിനെ അങ്ങനെ യൂസ് ചെയ്യേണ്ടി വരും ദിസ് കൊടുത്തിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തപ്പോൾ ഡയറക്റ്റ് അതിലേക്ക് വാല്യൂ കൊടുത്തിട്ടാണ് ചെയ്തത്. ഇനി നമുക്ക് ഈ കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ വാല്യൂ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്ത് എങ്ങനെയാണ് ഈ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഒരു സ്ട്രിങ് എഫ് നെയിം എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ പാരാമീറ്റർ കൊടുക്കാം. അതുപോലെ സ്ട്രിങ് എൽ നെയിം എന്ന് പറഞ്ഞിട്ടൊരു പാരാമീറ്റർ കൊടുക്കാം. ഇനി ഇതിലേക്ക് എങ്ങനെ, അപ്പോൾ തന്നെ ഇവിടെ എറർ അടിച്ചു. ഇതാണ് ഈ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നതാണ്. അപ്പം ഇവിടെ നമുക്ക് ഈ വാല്യൂസ് പാസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഇവിടെ കൊടുത്ത സ്റ്റുഡൻറ്റ് 1 നമുക്ക് ഇവിടുന്ന് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സ്റ്റുഡൻറ്റ് 1ഉം സ്റ്റുഡൻറ്റ് 2 നമുക്ക് ഇവിടുന്ന് പാസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിവിടുന്ന് പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ അത് കിട്ടും, ഈ പാരാമീറ്റർ ആയിട്ട് കിട്ടും. ഈ പാരാമീറ്ററിനെ ഇത് നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നമുക്ക് കിട്ടും. ഒന്ന് റൺ ചെയ്ത് നോക്കാം. സെയിം ഫങ്ഷനാലിറ്റി അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെയ്തത് ഈ കൺസ്ട്രക്ടറിനെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. നമ്മൾ വാല്യൂസ് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്ത് കൊടുത്ത കാരണം പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്നാണ് പറയുന്നത്. നമുക്ക് ഒരു ക്ലാസ്സിൽ ഒന്നിലധികം കൺസ്ട്രക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിനി പാരാമീറ്റർ ഇല്ലാത്ത ഒരു കൺസ്ട്രക്ടറും കൂടെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം ഇവിടെ എറർ അടിച്ചു, കാരണം ഈ രണ്ട് കൺസ്ട്രക്ടർ ഒരേപോലെ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ഇത് രണ്ടും പാരാമീറ്റർ സെയിം 2 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് രണ്ട് കൺസ്ട്രക്ടറിനും. അങ്ങനെ പറ്റത്തില്ല. ഒരു കൺസ്ട്രക്ടർ പാരാമീറ്റർ ഇല്ലാതെയും ഒരെണ്ണം രണ്ട് പാരാമീറ്റർ ഉള്ള കൺസ്ട്രക്ടറും അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരൊറ്റ പാരാമീറ്റർ ഉള്ള ഒരു കൺസ്ട്രക്ടറൂടെ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് കൺസ്ട്രക്ടേഴ്സ് ഒരു ക്ലാസ്സിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നമുക്ക് എങ്ങനെയാണ് ഈ പാരാമീറ്റർ ഇല്ലാത്ത കൺസ്ട്രക്ടറിൽ നിന്ന് എനിക്ക് ഈ ഒരു മെത്തേഡിനെ കോൾ ചെയ്യണം. എനിക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ സ്റ്റുഡൻറ്റ് 3 സ്റ്റുഡൻറ്റ് 4 എന്നും കൂടെ എനിക്ക് ഈ പാരാമീറ്റർ ഇല്ലാത്ത കൺസ്ട്രക്ടറിൽ നിന്നും ഈ മെത്തേഡിനെ വിളിച്ചിട്ട് കൺസോളിൽ പ്രിൻ്റ് ചെയ്യണം. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് രണ്ട് കൺസ്ട്രക്ടറാണ്. ഈ കൺസ്ട്രക്ടറിൽ നിന്നും ഈ പാരാമീറ്റർ ഉള്ള കൺസ്ട്രക്ടറിലേക്ക് നമുക്ക് വാല്യൂ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനായിട്ട് ദിസിനകത്ത് നമുക്ക് സ്റ്റുഡൻറ്റ് 3 സ്റ്റുഡൻറ്റ് 4 എനിക്ക് ഇത് രണ്ടും കൂടെ പ്രിൻ്റ് ചെയ്യിക്കണം. ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ പാരാമീറ്റർ ഇല്ലാത്ത കൺസ്ട്രക്ടർ ഈ കൺസ്ട്രക്ടറിലേക്ക് വാല്യൂ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പാരാമീറ്റർ ഇല്ലാത്ത കൺസ്ട്രക്ടറിന് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇതുപോലെ തന്നെ ഇതാണ് ക്ലാസിൻ്റെ നെയിം. അതുപോലെ ഈ കൺസ്ട്രക്ടറിന്
പാരാമീറ്റേഴ്സ് ഇല്ല. അപ്പം ഈ ഒബ്ജക്റ്റിന് നമുക്ക് സ്റ്റുഡൻറ്റ് ന്യൂ എന്ന് കൊടുക്കാം. ഇനി ഈ ഒബ്ജക്റ്റിൽ നിന്ന് ഡോട്ട് പ്രിന്റ് എന്നൊരു മെത്തേഡിനെ വിളിക്കാം. പ്രിന്റ് എന്ന മെത്തേഡിനെ വിളിക്കാം. ഇതിപ്പം ഇവിടെ എന്ത് എറർ എന്ന് നമുക്ക് നോക്കാം. ഒള്ളി അസൈൻമെന്റ് കോള് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് എന്നിട്ടുണ്ട് വെച്ചിട്ട് ഇതെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രിന്റ് എന്ന് പറഞ്ഞ മെത്തേഡ്. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് രണ്ടും കോൾ ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് വിളിച്ചത് സ്റ്റുഡൻറ്റ് 3 സ്റ്റുഡൻറ്റ് 4. അത് ഈ ഇതില്ലാത്ത പാരാമീറ്റർ ഇല്ലാത്ത കൺസ്ട്രക്ടറിൽ നിന്ന് പാസ് ചെയ്ത വാല്യൂ ആണ് സ്റ്റുഡൻറ്റ് 3 സ്റ്റുഡൻറ്റ് 4. അത് ആദ്യം കോളായി. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഉള്ള വാല്യൂസ് സ്റ്റുഡൻറ്റ് 1 സ്റ്റുഡൻറ്റ് 2 കോളായി. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ക്ലാസ്സിനകത്ത് ഉള്ള ഫീൽഡ് നമ്മൾ പറഞ്ഞു. എങ്ങനെ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പലതരത്തിലുള്ള കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം. ഇനി ക്ലാസ്സിനകത്ത് എങ്ങനെ ഒരു മെത്തേഡിനെ കോൾ ചെയ്യാം, ക്ലാസ്സിന് എങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിൽ നിന്ന് എങ്ങനെ ഒരു മെത്തേഡിനെ കോൾ ചെയ്യാമെന്നും പഠിച്ചു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ ഉള്ളൂ. ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.